the designer and managing director of Poonul Silks and Fabrics, Mrs. Minnie Dominic. Ma'am, we're actually so honored to have you here with us. ഇവിടെ ഒരു വുമൻസ് ഡേ സെലിബ്രേഷൻസ് നടക്കുമ്പോൾ ഇവിടെ പൂനൂൽ സിൽക്സ് ആയിട്ട് ഒരു കൊളാബറേറ്റീവ് ഫാഷൻ സമ്മിറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. What do you feel right now? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂനൂൽ സിൽക്സ്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഇത്ര പ്രൗഢിയായി വളരെ ഭംഗിയായി അവതരിപ്പിച്ച കുട്ടികളുടെ മുമ്പിൽ വളരെ സന്തോഷം തോന്നുന്നു. ശ്രീശങ്കര കോളേജ് എന്നും നമ്മളും പഠിച്ചിരുന്ന കാലത്തൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ പഠിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വേദി പങ്കിടുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിരുന്നപ്പോൾ അക്കൗണ്ട്സ് അങ്ങനെ എക്കണോമിക്സ് അക്കൗണ്ടൻസി ആ ഒരു കോഴ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലി ബിസിനസ്സായിരുന്നു, അതിൽ അക്കൗണ്ട്സ് മേഖലയിലാണ് നിന്നത്. അതിനുശേഷം പിള്ളേർ വലുതായിപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു കോസ്റ്റ്യൂം എന്തെങ്കിലും ഒരു ചെയ്യണമെന്നുള്ള തോന്നലാണ് അങ്കമാലിൽ ഫാമിലി ഹൗസ് നെയിം തന്നെ ഇട്ടിട്ട് പൂണോളിൽ സിൽക്സ് എന്നൊരു പേരിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയത്. അതിങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ സംരംഭം തുടങ്ങി അത് ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു മേഖലയിലേക്ക് പൂണോളിൽ സിൽക്സിന് എത്താൻ കഴിഞ്ഞു. നമുക്ക് എബ്രോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഷിപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള നമ്മളുടെ പാർട്ടി വെയർ ഒക്കേഷൻസിലേക്കും എല്ലാത്തിലോട്ടും വേണ്ടുന്ന കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തും അങ്ങനെയൊക്കെ ആയിട്ട് പൂണോളിൽ സിൽക്സ് ഇന്നിങ്ങനെ നിലയുറപ്പിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇവിടെയുള്ള മാനേജ്മെൻറ്റിനോട് ഒരുപാട് നന്ദി പറയുന്നു. രാജി മിസ്സാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിട്ടൊരു കൊളാബറേഷനായിട്ട് നമ്മളുടെ കുട്ടികൾക്കൊരു കോസ്റ്റ്യൂം കൊടുത്ത് അങ്ങനെ സെറ്റ് ആക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഒരു വിമൻസ് ഡേ പ്രോഗ്രാമായിട്ടാണ് ആദ്യം സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയാമായിരുന്നു നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്ത് അങ്ങനെ ഇവിടെ നിറഞ്ഞ ഒരു സദസ്സിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇവരോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ ഒരു മൊമെൻ്റാണിത്. ഈ ഒരു നിമിഷങ്ങൾ ഈ ഒരു വർഷങ്ങൾ നിങ്ങളിപ്പം PG BCom അങ്ങനെയുള്ള കോഴ്സസൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ധന്യമായ മുഹൂർത്തം. ഞങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ എല്ലാം വന്നു ചേരുമ്പോഴും നമ്മൾ വളർന്നു വരുന്ന ഈ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുവാൻ സാധിക്കട്ടെ. ഈ ലക്ഷ്യബോധം തളരാതെ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഞാനൊക്കെ ഇവിടെ അങ്കമാലിൽ ഷോപ്പിട്ടു ഒന്നും അറിയാതെ ആ ഒരു റിച്ച്നെസ്സിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷോപ്പിട്ടത്. ആദ്യത്തെ ഒരു പ്രശ്നം വന്നത് നമ്മളുടെ നോട്ട് നിരോധനം വന്നു. അതിനുശേഷം കോവിഡ് വന്നു. അപ്പോഴൊക്കെ നിറഞ്ഞ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് നമുക്ക് നിലനിൽക്കാനായത്. ആ ഒരു ലക്ഷ്യബോധം തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എനിക്ക് ഇന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തിൽ നിന്ന് തന്നെ ഞാനൊക്കെ തുടക്കകാലത്ത് കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. അങ്ങനെ എന്ത് പറയും മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്തയായിരുന്നു എന്നെ കൂടുതൽ ഭരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മേലെ ആ ഒരു നമ്മളുടെ കീഴിലുള്ള സ്റ്റാഫുകളെ ഒരു 100ഓളം മെമ്പേഴ്സ് എന്നെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും അവരെങ്ങനെ സംരക്ഷിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലും നിങ്ങളോട് കുട്ടികളോടൊക്കെ പറയാനുള്ളത് ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. നമ്മളിങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഠിന പ്രയത്നമാണ് പൂണോളിൽ സിൽക്സിന് ഇന്ന് ഈ ഒരു വിജയക്കുറി പാലിക്കാനായത്. നമ്മളുടെ ഒരു സിഗ്നേച്ചർ കളക്ഷൻസിൽ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് എനിക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ കഴിയുന്നു, നിങ്ങളെപ്പോഴും ലക്ഷ്യബോധത്തിൽ ദൈവഭയത്തിൽ എല്ലാ സാൻമാർഗികവുമായിട്ടുള്ള ജീവിതത്തിലും നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് വിജയം ഉറപ്പ്. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ഒരു വേദി തന്നു. കുട്ടികൾ ഷോപ്പിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴൊക്കെ അവർ എല്ലാവിധ ഒരു ഡിസൈൻ ചെയ്യാനും കുട്ടികൾക്കും തന്നെ വലിയ ലക്ഷ്യബോധമാണ്. ഒരു കുട്ടിയെ കൊണ്ട് തന്നെ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ അവർ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ടീമിനോടൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്.